അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അള്ളാഹു നമുക്ക് അനവധി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും വേണ്ടിയുള്ളതാണ്. എന്നാൽ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മുടെ താൽപ്പര്യത്തിനനുസരിച്ച് മാത്രം വിനിയോഗിക്കേണ്ടതല്ല. അവിടെ അള്ളാഹുവിൻ്റെ താൽപ്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ്, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ മാനിച്ചും പാലിച്ചുകൊണ്ടുമാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അള്ളാഹു നൽകിയ എല്ലാ നിഅമത്തുകളും അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതുമല്ല, മറിച്ച് നമ്മുടെ കൂടെയുള്ള, നമ്മുടെ പരിസരങ്ങളിലുള്ള ആളുകൾക്കുള്ള ഒരു ഷെയറിങ്, ഒരു പങ്കിടൽ അതുകൂടി ഈ നിഅമത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ള പണം, നമ്മുടെ അക്കൗണ്ടിലുള്ള പണം അത് നമുക്കും കുടുംബത്തിനും വേണ്ടി മാത്രം അള്ളാഹു നൽകിയതല്ല. നമ്മുടെ പരിസരങ്ങളിൽ കഴിയുന്ന രോഗികൾക്കുള്ള പണം അതിലുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഉള്ള ഭക്ഷണത്തിനുള്ള വക അതിലുണ്ട്. ഒരുപാട് ആളുകളെ സഹായിക്കാനുള്ള ധർമ്മമായി ഉപയോഗപ്പെടുത്തേണ്ട പണം അതിലുണ്ട്. ആ നിലക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഭാഗിച്ചു കൊടുക്കുവാനുള്ള നല്ല മനസ്സ് ഉണ്ടാവുക എന്നത് ഏറെ പ്രധാനമാണ്. വഅൻഫിഖൂ മിമ്മ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, പരസ്പരമുള്ള ഒരു സഹകരണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ സ്വന്തം അനുഗ്രഹങ്ങൾ അതിൽ മറ്റുള്ളവരെ കൂടി ഭാഗവാക്കാക്കാൻ ശ്രമിക്കുക എന്നത് നാം ജീവിതത്തിൽ പാലിക്കേണ്ട നല്ലൊരു ഗുണമായി, നല്ലൊരു മര്യാദയായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. സ്വതക്കയും ധർമ്മവും ഔദാര്യവുമൊക്കെ പരസ്പരം ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സന്തോഷമുണ്ടാകുന്നത്. അതല്ലാതെ നമ്മൾ മാത്രം അനുഭവിച്ചും ആസ്വദിച്ചും മുന്നോട്ട് പോകാനുള്ളതല്ല നമ്മുടെ അനുഗ്രഹങ്ങൾ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.